ഗുഡ് ഈവനിങ്. മ്യൂസിക് തെറാപ്പിയുടെ പുതിയൊരു സെഷനിലേക്ക് 87ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂസിക് തെറാപ്പിയോടൊപ്പം അല്ലെങ്കിൽ പാട്ടുവിശേഷത്തോടൊപ്പം ഇന്ന് നമ്മൾ വളരെ അനുഗ്രഹീതനായ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ രചയിതാവിനെയും കൂടെ നമ്മൾ ഓർക്കുകയാണ്, മ്യൂസീഷ്യനെയും കൂടെ ഓർക്കുകയാണ്. മറ്റാരുമല്ല, പി ഭാസ്കരൻ. ഭാസ്കരൻ സാറിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ജോർജ് സാറും അതുപോലെ ഷാബി സാറും ഉണ്ട്. ജോസഫ് സാർ, യു ആർ വെൽക്കം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പാട്ടുവിശേഷത്തിന്റെ ഈ പ്ലാറ്റ്ഫോം നമുക്കായി ഒരുക്കി തരുന്ന കേരളം സാറിന്റെ സഹയാത്രികർക്കും ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ള ഷാബു സാറിന് എല്ലാവർക്കും നമസ്കാരം. സന്നിഹിതരായ എല്ലാവർക്കും സ്വാഗതം. രണ്ട് സെഗ്മെന്റിലെ ആദ്യത്തെ സെഗ്മെന്റ് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് നമുക്ക് ഭാസ്കരൻ മാഷെ അനുസ്മരിക്കേണ്ടതുണ്ട്. ഭാസ്കരൻ മാഷെ അനുസ്മരിക്കുവാനായിട്ട് ഒരു എപ്പിസോഡോ 9 എപ്പിസോഡോ പോരാ എന്ന് നമുക്കറിയാം. അതിലൂടെ നമുക്ക് അധികം താമസിയാതെ തന്നെ കടക്കാം. ആദ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് വ്യക്തിത്വത്തെ എങ്ങനെ സംഗീതം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മളെ പല കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെ വളർത്തുന്നുണ്ട്, നമ്മളെ ശാക്തീകരിക്കുന്നുണ്ട്, നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അതിലൊന്നാണ് സംഗീതം. സംഗീതം എങ്ങനെ മൂല്യങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ? വാല്യൂസ്. ഹൗ ഡു മ്യൂസിക് ഫോസ്റ്റർ വാല്യൂസ്? നമ്മുടെ മൂല്യങ്ങളെ എങ്ങനെ അത് വളർത്തുന്നു, പരിപോഷിപ്പിക്കുന്നു? എങ്ങനെയാണ്? എന്താണ് മൂല്യങ്ങൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് മൂല്യങ്ങൾക്ക് ആധാരം? എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോലെ. നമ്മൾ മനുഷ്യനായി ജനിച്ചു, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചാൽ എന്താണ് കുഴപ്പം? അങ്ങനെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല. നമ്മളൊരു സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. സമൂഹത്തിന്റെ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ സ്വഭാവത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ പെരുമാറ്റത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതം സാധ്യമാവില്ല. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനും അയാളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തെളിയിക്കാനും അല്ലെങ്കിൽ അർത്ഥവത്തായ ജീവിതം നയിക്കാനും വേണ്ടിയാണ് മൂല്യങ്ങൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ മൂല്യങ്ങളെ മനസ്സിലാക്കുകയും സ്വാംശീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എവിടെ നിന്നാണ് നമുക്ക് ഈ മൂല്യങ്ങളൊക്കെ കിട്ടുക? എവിടെ നിന്നാണ് കിട്ടുക? സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. പണ്ടുണ്ടായിരുന്ന ചരിത്രത്തിൽ നിന്നാണ്, അനുഭവങ്ങളിൽ നിന്നാണ്, ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ്, ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിലേക്ക് മൂല്യങ്ങൾ നമ്മൾ പഠിക്കുന്നു അല്ലെങ്കിൽ സ്വാംശീകരിക്കുന്നു. പഴമയിൽ നിന്നും കണ്ടെത്തുന്നു, പുതുമയിൽ നിന്നും കണ്ടെത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. മൂല്യങ്ങളെക്കുറിച്ചുള്ള അവബോധം രൂപപ്പെടുന്നത് സമൂഹത്തോടും മറ്റു വ്യക്തികളോടുമുള്ള ബന്ധത്തെ നിർണയിക്കുന്നത് വഴിയാണ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തെ കരുതണം, അതുപോലെ തന്നെ നമ്മൾ മറ്റു വ്യക്തികളെയും കരുതണം. അവിടെയാണ് മൂല്യത്തിന്റെ പ്രസക്തി വരിക. വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ മൂല്യങ്ങൾ വ്യത്യസ്തമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ബഹുസ്വരതയിൽ പല തരത്തിലുള്ള എന്താ പറയുക മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ നിന്നും നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുകയാണ്. എനിക്ക് വേണ്ടതെന്ത് എന്നുള്ളത് അത് ഉരുത്തിരിഞ്ഞു വരികയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തി രൂപപ്പെടുക, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം രൂപപ്പെടുക, അല്ലെങ്കിൽ ഈ മൂല്യങ്ങൾ സ്വാംശീകരിക്കപ്പെടുക. എല്ലാ മൂല്യങ്ങളും അനുസരിച്ച് അങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഓരോ വ്യക്തിയും യുണീക്ക് ആയിരിക്കുന്നത് പോലെ അയാളുടെ ബിലീഫ്സ്, അയാളുടെ വിശ്വാസം ഒക്കെ യുണീക്ക് ആയിരിക്കും. ഓക്കെ, ഈ താത്വിക ദർശനങ്ങൾ നമുക്ക് ഭാരതത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ അറിയാം.
ദർശനങ്ങൾ പലതാണ്. എത്രയോ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇന്ന് മൂല്യങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ മറ്റുള്ളവരെ കരുതി ജീവിക്കണം, അല്ലെങ്കിൽ അവരെ കൂടെ പരിഗണിച്ച് ജീവിക്കണം എന്നുള്ള ഒരു തത്വം, ഒരു എന്താ പറയുക, ഒരു നിയമം, ഒരു കാഴ്ചപ്പാട്, അത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവത. അത് വേറൊരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല. മൂല്യങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത സ്വാതന്ത്ര്യം എന്നെല്ലാവരും പറയുന്നു. പക്ഷേ അതിനെ നിയന്ത്രിക്കുവാൻ മൂല്യങ്ങളുടെ ഒരു ചട്ടക്കൂടുണ്ടായിരിക്കും. മ്യൂസിക് ഹാസ് ദി പവർ ടു ഷേപ്പ് അവർ വാല്യൂസ്. നമ്മുടെ വാല്യൂസിനെ ഷേപ്പ് ചെയ്യാൻ മ്യൂസിക്കിന് പവറുണ്ട്. അത് നമ്മൾ പല കാര്യങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ളതാണ്, എങ്ങനെയാണ് മ്യൂസിക് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ വിശ്വാസത്തെ മ്യൂസിക് സ്വാധീനിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ ആറ്റിറ്റ്യൂഡിനും മനോഭാവത്തെയൊക്കെ മ്യൂസിക് കാഴ്ചപ്പാടും. ഇതൊക്കെ നമ്മുടെ മൂല്യ സ്വാംശീകരണത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ തീരുമാനങ്ങൾ, ഇതൊക്കെ വാല്യൂസിനെ ബേസ്ഡ് ആയിരിക്കുമ്പോൾ അതൊക്കെ ഡിസൈറബിൾ ആയിരിക്കും, അഭിലഷണീയമായിരിക്കും, സമൂഹത്തിന് സ്വീകരിക്കാവുന്നതായിരിക്കും, മറ്റുള്ളവരെ കരുതുന്നതായിരിക്കും. ഡിസൈറബിൾ ഡീഡ്സ്. അപ്പോൾ കുറച്ച് വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് വേണ്ട വാല്യൂസ് എന്ന് പറയാമോ ആർക്കെങ്കിലും? ജസ്റ്റ് പറഞ്ഞോളൂ, എന്തൊക്കെയാണ് നമുക്കുണ്ടായിരിക്കേണ്ട, മറ്റുള്ളവരെ കരുതുമ്പോൾ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന്. സ്നേഹം, വിശ്വാസം. വേണുഗോപാൽ സാർ എന്തോ പറഞ്ഞല്ലോ. സ്നേഹം, വിശ്വാസം. സ്നേഹം, തീർച്ചയായിട്ടും സ്നേഹം. സഹതാപം. വെരി ഗുഡ്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ്. മറ്റുള്ളവർക്കും പറയാം, ഒത്തിരി ഉണ്ട്. പക്ഷെ ആത്മാർത്ഥത, സത്യസന്ധത, റെസ്പെക്ട്, അല്ലേ? റെസ്പെക്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരെ നമ്മൾ സ്വയം റെസ്പെക്ട് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം. ദെൻ പറഞ്ഞോളൂ. അവസാനം പറഞ്ഞു കൺസിഡർ അതേഴ്സ്. എന്നെ പോലെ തന്നെയാണ് മറ്റേ ആളും എന്നുള്ളത്. എനിക്കുണ്ടാകുന്ന വേദന മറ്റുള്ളവർക്കും ഉണ്ടാകുന്നു. അപ്പോൾ ബി കൈൻഡ്ഫുൾ, സിമ്പത്തറ്റിക്, എംപത്തറ്റിക്, ഓണസ്റ്റി, കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, forgiveness, good communication. ഫെയർ കമ്മ്യൂണിക്കേഷൻ. ഫെയർ ആയിട്ട്, അത് അങ്ങനെ പറയുമ്പോഴാണ് അത് വാല്യൂ ആകുന്നത്. ഫെയർ കമ്മ്യൂണിക്കേഷൻ, മാന്യമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ. ദെൻ അങ്ങനെ ഒത്തിരി വാല്യൂസ് ഉണ്ട്, അല്ലേ? വാല്യൂസ് മേക്കേഴ്സ്. നമ്മളെ എന്താക്കുന്നു? വാല്യൂസ് മേക്കേഴ്സ് സ്ട്രോങ്ങർ. നമ്മളെ ശാക്തീകരിക്കുന്നു. വാല്യൂസ് അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലയിടത്തും തല കുനിക്കേണ്ടി വരും. നമ്മുടെ ശാക്തീകരിക്കുവാനായിട്ട് വാല്യൂസ് സഹായിക്കുന്നു. അപ്പം നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം മ്യൂസിക് എങ്ങനെയാണ് വാല്യൂസിനെ ഫോസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് വാല്യൂസ്? നമുക്കറിയാം, വിശ്വാസങ്ങൾ, കുറെ തത്വസംഹിതകൾ, ഐഡിയൽസ്, ബിലീഫ്സ് ദാറ്റ് ഗൈഡ് എ പേഴ്സൺ, ആ പേഴ്സന്റെ ആക്ഷൻ, ഡിസിഷൻ, പെർസെപ്ഷൻ, ഇതിനെയൊക്കെ ഗൈഡ് ചെയ്യുന്ന വിശ്വാസങ്ങളും തത്വസംഹിതകളും ഒക്കെയാണ് വാല്യൂസ് എന്ന് പറയുക. വാല്യൂസ് ഷെയർ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? വ്യക്തികൾ തമ്മിൽ ഷെയർ ചെയ്യപ്പെടുന്നു, വ്യക്തികൾ സമൂഹവുമായി ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ മ്യൂസിക്കിൻ്റെ റോള് നമുക്ക് നോക്കാം. ഹൗ മ്യൂസിക് ഫോസ്റ്റർ വാല്യൂസ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മ്യൂസിക് പ്രൊമോട്ട്സ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സംഗീതത്തിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗുണം? ഇമോഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇമോഷനെ മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നുള്ള കുഴപ്പം എന്താണ്? വൈകാരികമായിട്ട് പ്രതികരിക്കും.
അല്ലേ? ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കും. അതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വാർത്ത വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ വൈകാരിക ബുദ്ധിയെ സ്വാധീനിക്കുവാൻ മ്യൂസിക്കിന് സഹായിക്കാൻ കഴിയും. അപ്പോൾ എന്താണ്? വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കില്ല. ഒന്നുകൂടെ ചിന്തിക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു സമയം കൊടുക്കും. അതിനെ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് ഒന്ന് ആലോചിക്കാനായിട്ട് ഇമോഷണൽ ഇൻ്റലിജൻസിനെ സ്വാധീനിക്കുന്നുണ്ട് മ്യൂസിക്. അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് ഗുണം? നമ്മുടെ വാല്യൂസ് എന്താണ്? സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. വെൽ മാനേജിങ് ഓഫ് ഇമോഷൻസ് ഇമോഷൻസിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇത് മൂല്യങ്ങളെ നമുക്ക് ധിക്കരിക്കാതിരിക്കാൻ സഹായിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, എൻകറേജ് എംപതി ആൻഡ് കമ്പാഷൻ. കഴിഞ്ഞ ഇപ്പോൾ ഇൻട്രാക്ഷനിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എംപതിയും കമ്പാഷനും ഒക്കെ എൻകറേജ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? അതുകൊണ്ടും മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. സംഗീതത്തിലൂടെ എന്താണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ അനുഭവങ്ങൾ, കാഴ്ചപ്പാടുകൾ. സംഗീതം എന്ന് ഞാൻ പറയുന്നത് പാട്ടുകൾ, ഇൻസ്ട്രുമെന്റ് മ്യൂസിക് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പാട്ടുകളാണ്. സംഗീതത്തിലൂടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട്, കാഴ്ചപ്പാട്, വൈകാരിക ഭാവങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് എന്താണ്? തന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ള ആളുടെ വേദനയും സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് അത് കാണിച്ചു തരുന്നു. അപ്പോൾ എൻകറേജ് എംപതി ആൻഡ് കമ്പാഷൻ. അങ്ങനെ നമ്മുടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. 2 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നിർത്താം. ഫോസ്റ്റേഴ്സ് കൾച്ചറൽ അവയർനെസ് ആൻഡ് അപ്രീസിയേഷൻ. കൾച്ചറൽ അവയർനെസ് നമുക്ക് നിലനിർത്താനായിട്ട് സംഗീതം സഹായിക്കും, അവയർനെസ് ഉണ്ടാക്കാൻ സഹായിക്കും. മ്യൂസിക് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് കൾച്ചർ. എന്തുകൊണ്ടാണ്? മ്യൂസിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് സംഗീതം. ഇല്ലേ? കലകളൊക്കെ അത് തന്നെയാണ്, പക്ഷേ സംഗീതം ഓഫ് കോഴ്സ് അത് വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ട്. മ്യൂസിക് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ കൾച്ചർ. അപ്പോൾ ആ കൾച്ചറിനെ കുറിച്ച് നമുക്കറിയാം, നമ്മുടെ ട്രഡീഷൻ്റെ പാരമ്പര്യത്തിൻ്റെ റിഫ്ലക്ഷനാണ്, ചരിത്രത്തിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംഗീതം ഫോസ്റ്റേഴ്സ് അവർ കൾച്ചറൽ അവയർനെസ്. നമുക്ക് ആ ഒരു അവബോധം എപ്പോഴും സാംസ്കാരിക അവബോധം നിലനിർത്താൻ സംഗീതം സഹായിക്കുന്നു. അതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ നമ്മുടെ വാല്യൂസ് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്രീസിയേഷൻ ആൻഡ് റെസ്പെക്ട്, സാംസ്കാരിക അവബോധം ഉള്ളതാണ്. ദെൻ 4ാമത്തെ പോയിന്റ്, മ്യൂസിക് ഡെവലപ്സ് ഡിസിപ്ലിൻ ആൻഡ് പെർസിവിയറൻസ്. എന്താണ് പെർസിവിയറൻസ് എന്ന് പറഞ്ഞാൽ? ഡിസിപ്ലിൻ, നിരന്തര പരിശ്രമം. അതെ, പെർസിവിയറൻസ് എന്ന് പറഞ്ഞാൽ നിരന്തര പരിശ്രമം. മ്യൂസിക് ഡെവലപ്സ് ഡിസിപ്ലിൻ ആൻഡ് പെർസിവിയറൻസ്. എങ്ങനെയാണ് പെർസിവിയറൻസ് സഹായിക്കുന്നത്? പെർസിവിയറൻസ് ഒരു ഉദാഹരണം പറയാം. ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നു, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നു. അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല, ആണോ? അതിന് സാർ പറഞ്ഞതുപോലെ നിരന്തര പരിശ്രമം ആവശ്യമാണ്. ഡിസിപ്ലിൻ വേണം, അച്ചടക്കം വേണം, എന്നാലേ അത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മ്യൂസിക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുവെങ്കിൽ ഡിസിപ്ലിനും എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ആൻഡ് പെർസിവിയറൻസ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിൽ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഡിസിപ്ലിൻഡ് ആകും, അല്ലേ? അപ്പോൾ സംഗീതം പഠിക്കുന്നത് കൊണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ഡിസിപ്ലിനും പെർസിവിയറൻസും ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള പോയിന്റാണ് 4ാമത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഗുണങ്ങൾ ജീവിതത്തിലെ മറ്റു മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഡിസിപ്ലിനും പരിശ്രമശീലവും സംഗീതം അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സംഗീതത്തിന്റെ സ്വാധീനം കൊണ്ടോ, കേട്ടാൽ മതി, കൂടുതലൊന്നും വേണ്ട, സംഗീതം ആസ്വദിച്ചാൽ മതി, ഇതുകൊണ്ട് നമുക്ക് അറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, അങ്ങനെ ജീവിതത്തിൽ ക്രമം വരുത്തുന്നത് വഴി മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നാം നിർബന്ധിതരാകും. സമൂഹത്തിൽ ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം നിർബന്ധിതരാകും. അങ്ങനെ ഡിസിപ്ലിനും പെർസിവിയറൻസും നമ്മുടെ ജീവിതത്തിൽ വരും. ദെൻ സാംസ്കാരിക അവബോധം വരും, പിന്നെ എമ്പതിയും കമ്പാഷനും വരും,
ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിനെ ഇമോഷനെ അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ വാല്യൂസിനെ ഫോസ്റ്റർ ചെയ്യാൻ സഹായിക്കും എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ മ്യൂസിക്കോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ സെഗ്മെന്റ് കഴിയുകയാണ്. നമുക്ക് അടുത്ത് പി ഭാസ്കരൻ മാഷെ അനുസ്മരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞോട്ടെ സാറേ. ഷാബു സാർ. ഓക്കെ. ഏത് പാട്ടാ പാടേണ്ടതെന്ന് ഒന്ന് പറഞ്ഞാൽ ഞാൻ പാടി, അല്ലെങ്കിൽ ഇതിലൂടെ വരുമ്പോൾ കാണാം. ഓക്കെ. അപ്പം നമുക്കറിയാം പി ഭാസ്കരൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഗാനരചയിതാവാണ്. കാരണം ആ ലാളിത്യം, സൗകുമാര്യം, ഗ്രാമീണത, ശാരീനത ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗാനരചനയാണ് ഭാസ്കരൻ മാഷുടേത്. ഭാസ്കരൻ മാഷുടെ അച്ഛൻ കവിയും അഭിഭാഷകനും പത്രപ്രവർത്തകനും ഒക്കെ ആയിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി നന്ദിയേലത്ത് പത്മനാഭ മേനോൻ, അതുപോലെ പുല്ലൂറ്റുപാടത്ത് അമ്മാളും അമ്മയുടെയും മകനായിട്ട് 1924 ഏപ്രിൽ 21 തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലാണ് ജനിച്ചത്. ഭാസ്കരൻ മാഷ് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കവിതകളൊക്കെ എഴുതി തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടൊക്കെ ഇച്ചിരി ചങ്ങാത്തമൊക്കെ വന്നു. പാട്ടുകൾ അന്നൊക്കെ സിനിമയിൽ പാടി അഭിനയിക്കുന്ന കാലമായിരുന്നു, നമുക്കറിയാം. ആദ്യം 1951 നവലോകത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ട്, തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കൽപ്പമാകെ ഉലകം പൂശും വസന്ത സുമമേ ആരോ നീ. ഇത് എനിക്ക് തോന്നുന്നത് കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയതാണ്, അല്ലേ സാറേ? ആണെന്നാണ് പണ്ട് ഞാൻ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ നീലക്കുയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തറിയാം നമുക്ക് എത്രയോ പാട്ടുകളാണ് അതിനകത്ത്. പാട്ടുകളുടെ ഒരു അഭിഷേകമാണ് അതിനകത്ത്. നീലക്കുയിലിലെ പാട്ടുകൾ ഓർത്തു നോക്കിയാൽ, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എല്ലാവരും ചൊല്ലണ കല്യാണി, മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല, കുയിലിനെ തേടി ഒത്തിരി പാട്ടുകൾ അതിനകത്തുണ്ടെന്ന് അറിയാം. ഭാസ്കരൻ മാഷെ പാട്ടുകളിലെ ഈ ഗ്രാമീണതയൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം. കിഴക്കുദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുരിക്കിൻ തയ്യെ നിന്നിട ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. ആദ്യകരണങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടാണ്. പൊട്ടാത്ത പൊന്നിൻ കിനാവു കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല് കെട്ടി ഞാൻ, ഭാർഗവി നിലയത്തിലെ പാട്ട്. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ ആ സൗകുമാര്യം, ശാലീനത അതൊക്കെ നമുക്ക് ആ പാട്ടുകളിലൂടെയൊക്കെ കാണാൻ പറ്റും. കരിമുകിൽ കാട്ടിലെ അറബിക്കടലൊരു മണവാളൻ, നമുക്കിഷ്ടപ്പെട്ട പാട്ടുകളുടെ ഒരു പരമ്പര തന്നെ, ഒരു ലിസ്റ്റ്, എണ്ണി തീരാൻ പറ്റാത്ത ലിസ്റ്റ് ഭാസ്കരൻ മാഷുടെ പാട്ടുകളിലുണ്ട്. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം ഇന്നലെ നീയൊരു സുന്ദരരാഗമായി. അപ്പോൾ അങ്ങനെ എത്ര നമുക്ക് മറക്കാൻ പറ്റാത്ത പാട്ടുകളുണ്ട്. അത് നമുക്ക് ഷാബു സാറിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ദിരയാണ് പി ഭാസ്കരൻ മാഷുടെ ജീവിതസഖി. രാജീവൻ, വിനയൻ, അജിതൻ, രാധിക എന്നിവർ മക്കളാണ്. അവസാന കാലത്ത് നമുക്കറിയാം നമ്മുടെ ഈ പ്രിയപ്പെട്ട കവിക്ക് മറവി രോഗം ബാധിച്ചു. അദ്ദേഹം എഴുതിയ പാട്ടുകൾ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു, ജാനകിയമ്മ പാടിയിട്ട് ഇത് ആരെഴുതിയതാണ് എന്ന് ചോദിച്ചപ്പോൾ ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട് തന്നെയാണ്, പക്ഷെ ഇത് ആരെഴുതിയതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പം അത്ര മാത്രം മറവി രോഗത്തിൻ്റെ പിടിയിലമർന്ന വാർദ്ധക്യം. അങ്ങനെ 2007 ഫെബ്രുവരി 25 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ധാരാളം അവാർഡുകൾ ഗാനരചനയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ
അർഹിക്കുന്ന അംഗീകാരം കിട്ടിയോ എന്നുള്ളത് നമുക്കിപ്പോഴും സംശയമുള്ള കാര്യമാണ്. ഭാസ്കരൻ മാഷ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി മാറ്റിനി പ്രീ വെബിനാർ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. താങ്ക് യു. നമുക്ക് ഷാബു സാറിലേക്ക് പോവാം. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു ജോസഫ് ജോൺ സാർ. താങ്ക് യു സാബു സാർ. സംഗീതത്തെ സ്നേഹിക്കുന്ന സൗണ്ട് കുറവാണല്ലോ, ഇച്ചിരി കുറവാണ്. സൗണ്ട് കുറവാണ്. സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാ സംഗീത പ്രേമികൾക്കും എന്റെ സ്നേഹ നമസ്കാരം. ഞാൻ ഓഡിബിൾ ആണോ സാർ? ഓഡിബിൾ ആണോ സാർ? ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പൊ നേരത്തെ ജോസഫ് ജോൺ സാർ പറഞ്ഞതുപോലെ പി ഭാസ്കരൻ മാഷെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ഒരു എപ്പിസോഡോ 2 എപ്പിസോഡോ 10 എപ്പിസോഡോ മതിയാവില്ല. കാരണം മലയാള ഗാനശാഖയ്ക്ക് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന രീതിയിലാകണം എന്നുള്ളൊരു ചട്ടക്കൂട് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. 1938 ആദ്യത്തെ ശബ്ദചിത്രം നമ്മുടെ കേരളത്തിൽ ഉണ്ടായത്, ബാലൻ എന്നുള്ള ചിത്രം. അതിൽ ഏകദേശം 23ഓളം ഗാനങ്ങളാണ് ഉണ്ടായത്. പക്ഷെ ഇന്നത്തെ അവസ്ഥ, ഗാനങ്ങൾ സിനിമയിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ സിനിമയിൽ ഗാനങ്ങൾ തന്നെ ഉണ്ടാവുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് നമ്മളൊക്കെ നേരിടുന്നത്. അത്തരം ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ മലയാള ഗാനങ്ങളുടെ ഒരു ഇതെടുത്തിട്ടുണ്ടെങ്കിൽ 1954 മുൻപും 54 ശേഷവും എന്ന് വേണമെങ്കിൽ നമുക്ക് തരംതിരിക്കാം. കാരണം 1954 മുൻപ് എന്ന് പറയുമ്പോൾ ഭാസ്കരൻ മാഷ് 1949 പാട്ടുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു മലയാളിത്തമുള്ള, മലയാള തനിമയുള്ള പാട്ടുകളെല്ലാം വന്നത് നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നീലക്കുയിൽ എന്നുള്ള ഒരു സിനിമയിലൂടെയാണ്. അതിലൂടെയാണ് കെ രാഘവൻ മാസ്റ്ററും, അതായത് നാടൻ പാട്ടുകളുടെ ഈണത്തിലെ രാജാവായ കെ രാഘവൻ മാസ്റ്ററും മലയാള തനിമയുടെ കാൽപ്പനികതയുടെയൊക്കെ കവിയായിട്ടുള്ള പി ഭാസ്കരൻ മാഷും രാഘവ മാഷും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിലാണ് ശരിക്കും മലയാളികൾ മലയാളിത്തം എന്തെന്നറിയും. കാരണം മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടെടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. ഈ പാട്ടുകളൊക്കെ ഇപ്പൊ ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് ജോലി തേടി വിദേശത്തേക്കോ അല്ലെങ്കിൽ മുംബൈയിലേക്കോ കൽക്കത്തയിലേക്കോ ഡൽഹിയിലേക്കോ പോകുന്ന മലയാളികൾ അവരെന്നും ചേർത്ത് വെച്ചിരുന്ന ഗാനങ്ങളാണ് ഇത്തരം ഗാനങ്ങളൊക്കെ. അതുപോലെ തന്നെ നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങാഴി പണ്ട്. ഈ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ ഗൃഹാതുരത്വത്തിന്റെ ആ പച്ച, ആ ഓർമ്മകളുമായിട്ടാണ് അവരൊക്കെ ഇവിടുന്ന് ട്രങ്ക് പെട്ടി എടുത്ത് പോകുമ്പോൾ ഈ പാട്ടുകളും കൂടി അവർ കൊണ്ടു. കാരണം ഈ പാട്ടുകൾ കേൾക്കുമ്പോഴെങ്കിലും തങ്ങൾക്ക് തങ്ങളുടെ ആ പച്ച വിരിച്ച മലയാള നാടിന്റെ ഭംഗി ആസ്വദിക്കുവാൻ പറ്റും, ഒരു നെടുവീടുപ്പ് ഇടാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിച്ചത്. അത്രയും മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം പി ഭാസ്കരൻ എന്ന് പറയുന്നത്, ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഗാനരചയിതാവാണ്, ചലച്ചിത്ര സംവിധായകനാണ്, ചലച്ചിത്ര നടനാണ്, അതുപോലെ ആകാശവാണി പ്രൊഡ്യൂസർ ആയിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തന എന്ന നിലയിൽ സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ആയിരുന്നു. എല്ലാ മേഖലയിലും കൈവച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അധികം പോകുന്നില്ല, നമുക്ക് ഗാനങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം ഞാൻ വെക്കാൻ പറയുന്നത് സാർ ഈ പാട്ടാണ്. അദ്ദേഹത്തിന്റെ നീലക്കുയിൽ എന്നുള്ളത് ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയത്. രാഷ്ട്രപതിയുടെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള സിൽവർ മെഡൽ, രജത കമലം നേടിയ ഒരു ചിത്രം കൂടിയാണ് നീലക്കുയിൽ. അത് സംവിധാനം ചെയ്തതും പി ഭാസ്കരനും രാമുകാരിയായിട്ടും ചേർന്നാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. അപ്പൊ അതിന്റെ പാട്ടുകൾ എന്നൊക്കെ പറയണ എല്ലാ പാട്ടുകളും വളരെ മനോഹരമായിട്ടുള്ള, എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്, യെസ്, എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന്, കരിക്കല്ലാണി നെഞ്ചിലെന്ന്, അല്ലെ? അത് ജനറലായിട്ട് അദ്ദേഹം നമുക്ക് മുൻപിൽ തുറന്നു വെച്ച ഒരു സത്യം കൂടിയാണ്. നമ്മുടെ നെഞ്ചിലൊന്നും കല്ലല്ല, അവിടെ എന്താണ്? അതിന് പകരം നീലക്കരിമ്പിന്റെ തുണ്ടാണ്, ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നീലക്കരിമ്പിന്റെ തുണ്ട് എന്ന് പറയുമ്പോൾ കരിമ്പിന്റെ ഏറ്റവും മൃദുലമായിട്ടുള്ള ഭാഗമാണ് നീലക്കരിമ്പിന്റെ എന്ന് പറയുന്നത്. ഏറ്റവും മൃദുലമായതും ഏറ്റവും സ്വാദിഷ്ടമായതും. അപ്പൊ നമ്മളൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇവരെല്ലാം, ഈ മനുഷ്യരെല്ലാം എന്താണ്, നെഞ്ചിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ മനുഷ്യരാണെന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ
ആ ധാരണയെല്ലാം അദ്ദേഹം തിരുത്തുകയാണ് ചെയ്യുന്നത്. ഞാനവിടെ പ്രേമാർദ്രമായി അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്ന് തൊട്ടപ്പോൾ അവിടെ കണ്ടത് കരിമ്പിന്റെ, പച്ചക്കരിമ്പിന്റെ അല്ലെങ്കിൽ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ എന്ന് മനോഹരമായിട്ട് ഒരു കാൽപ്പനികത അതാ പറയുന്നത്. അതെ, കാൽപ്പനികതയുടെ ഏറ്റവും മികച്ച ഒരു കവിയാണ് ഭാസ്കര മാസ്റ്റർ. അപ്പൊ നമുക്ക് ഈ ഗാനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല, ഓരോ ഗാനങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി പറയാം. അപ്പൊ എല്ലാരും ചൊല്ലണം, ഒന്ന് പാടിക്കോളൂ സാർ. ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാരും ചൊല്ലണം. ജാനമ്മ ഡേവിഡ് ആണ് ഈ പാട്ട് പാടിയത് കേട്ടോ. 1954 ജാനമ്മ ഡേവിഡിന്റെ ശബ്ദത്തിലൂടെയാണ് ഈ മനോഹരമായ പാട്ട് പുറത്തിറങ്ങിയത്. ഇന്നും ഈ പാട്ട് നിലനിൽക്കുന്നു. ഇത്ര കൊല്ലം കഴിഞ്ഞു അല്ലെ, ഒരു 70 കൊല്ലം കഴിഞ്ഞിട്ടും ഈ പാട്ട് ഇന്നും നമ്മളോട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പോഴും പല എന്താ പറയാ റിയാലിറ്റി ഷോയിൽ വരെ ഈ പാട്ടുകളൊക്കെ പാടുന്നു, കുട്ടികൾ പാടുന്നു, അതൊക്കെ ഓർത്തു വെച്ച് പാടുന്നു എന്ന് കേൾക്കുമ്പോൾ അതിലും സന്തോഷം. ഒന്ന് പാടിക്കോളൂ സാർ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, ദല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. Yes, പാടിക്കോളൂ. താങ്ക് യു. ഞാൻ പാടട്ടെ? പാടിക്കോളൂ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനെന്നോ തൊട്ടപ്പോൾ നീലക്കൂ കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ്, നാടാകെ ചൊല്ലണ്, കാടാണ് കരണിലെന്ന്, കൊടും കാടാണ് കരണിലെന്ന്, ഞാനെന്നോ കേറിയപ്പോൾ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കഞ്ഞിക്കൂടാണ് കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ. എന്തിനെ നോക്കണ്, എന്തിനെ നോക്കണ്, ചന്ദീര നീ ഞങ്ങളെ, അയ്യോ ചന്ദീര, അയ്യോ ചന്ദീര നീ ഞങ്ങളെ, ഞാനില്ല മേപ്പോട്ട്, ഞാനില്ല മേപ്പോട്ട്, കല്യാണ ചെക്കനുണ്ടേ, താഴെ കല്യാണ ചെക്കനുണ്ടേ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്. ഓക്കെ, താങ്ക് യു. അടുത്ത പാടിക്കോളൂ. പാടിക്കോളൂ. രാജു സാറെ പാടും. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ എന്താണ് കണ്ടതയ്യ, ചക്കര ആണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അടുത്തതാള്. പാടട്ടെ സാർ? എല്ലാവർക്കും നമസ്കാരം. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്,
കരിങ്കല്ലാണ് കരിങ്കല്ലാണീ നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണീ നെഞ്ചിലെന്ന് നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്നു കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ എന്തിന്നു നോക്കണ് എന്തിന്നു നോക്കണ് ചന്ദിര നീ ഞങ്ങളെ അയ്യോ ചന്ദിര നീ ഞങ്ങളെ ഞാനില്ല മേപ്പോട്ട് കല്യാണ ചെക്കനുണ്ടേ താഴെ കല്യാണ ചെക്കനുണ്ടേ എല്ലാരും ചൊല്ലണ് കല്ലാണീ നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. താങ്ക് യു സർ. താങ്ക് യു. നിങ്ങള് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് പാട്ടോട്ടോ. ആരാ പാടുന്നതൊന്നും നമുക്കറിയില്ല. ഏതൊരു ശബ്ദം കേൾക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ശരി സാറേ. എല്ലാവരും പാടുന്നവരെല്ലാവരും തന്നെ മറ്റു ഓൺ ചെയ്തിട്ട് പാടുക. വേടായിരുന്നു അതൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടായിരുന്നു കേട്ടോ. കാണണ്ട, ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണണ്ട. ഓക്കെ, താങ്ക് യു. അപ്പൊ മനോഹരമായിട്ടുള്ള ഈ പാട്ട് ഞാനെങ്കിലും ഉണ്ടോ പാടാനായിട്ട്? എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി കരളിലെന്ന് കരിങ്കല്ലാണി കരളിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ട കയ്യ ചക്കരത്തുണ്ടാണ് കണ്ട കയ്യ എല്ലാരും ചൊല്ലണ് കല്ലാണി കരളിലെന്ന് കരിങ്കല്ലാണി കരളിലെന്ന്. വരികൾ നടന്നില്ല. താങ്ക് യു. അവിടെ പറയുന്നത് വ്യക്തമായിട്ട് ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട്. എനിക്ക് ഏറ്റവും പ്രീതമൻ എന്റെ കല്യാണ ചെക്കൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ രസകരമായിട്ടുള്ള വരികളാണ് ഭാസ്കരന്മാർക്ക്. വളരെ എല്ലാവർക്കും പാടുവാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ, അതൊക്കെയാണ് ഏറ്റവും അതിന്റെ രസകരമായിട്ടുള്ള ഭാഗം. ഓക്കെ, താങ്ക് യു. അടുത്ത പാട്ടെടുത്തോളൂ. അല്ലിയാമ്പൽ കടവിൽ നരക്കി വെള്ളം. ഇതങ്ങ് പാടിയിട്ട് പറയാം ഈ ലോകം മുഴുവൻ. അത് അവസാനം പറഞ്ഞ പാട്ടാ. ഓക്കെ, ശരി. ഓക്കെ. അല്ലിയാമ്പൽ കടവിൽ. യെസ്. അത് അല്ലിയാമ്പൽ കടവിൽ നിന്ന് നരക്കി വെള്ളം. ഇത് യേശുദാസിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയ ഒരു പാട്ടാണ് റോസി എന്ന ചിത്രത്തില്. ഈ വാസ്തവത്തിൽ ഈ പാട്ട് പാടുന്നത് നമ്മുടെ ഉദയഭാനു ചേട്ടനായിരുന്നു പാടേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ആ സമയത്ത് പാടാൻ ചെന്ന സമയത്ത് അദ്ദേഹത്തിന് ചുമയും പനിയൊക്കെ ആയിട്ട് പാടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് ഈ പാട്ട് പിന്നീട് യേശുദാസിലേക്ക് എത്തിയത്. ജോബ് മാസ്റ്റർ എന്ന് പറയുന്ന മട്ടാഞ്ചേരിക്കാരൻ തന്നെയായിട്ടുള്ള ഒരാള്, സംഗീത സംവിധായകൻ, അദ്ദേഹമാണ് ഈണം നൽകിയത്. ഈ പാട്ടിന്റെ ഈണം കേട്ടിട്ട് ദേവരാജൻ മാസ്റ്റർ വരെ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ട് വളരെ അന്നത്തെ കത്തിലൂടെയാണ് അദ്ദേഹത്തിനൊക്കെ പോകുന്നത്. ഫോണും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള അല്ലിയാമ്പൽ കടവിലെ നരക്കി വെള്ളം. അപ്പൊ നമ്മളുടെയൊക്കെ മധ്യവേനൽ അവധിക്കൊക്കെ നമ്മളൊക്കെ സ്കൂളൊക്കെ വിട്ട് ഇങ്ങനെ പോകുമ്പോൾ
അല്ലിയാമ്പൽ കടവ് കുട്ടനാടിലല്ല, നമ്മുടെ അവിടെയൊക്കെ ഉണ്ട് അല്ലിയാമ്പൽ കടവുണ്ട്. അവിടെ നമ്മളൊന്നായി തുഴഞ്ഞില് കൊതുമ്പ് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം തുഴയാൻ പറ്റുന്ന വെള്ളമാണ് ഈ കൊതുമ്പ് വെള്ളം എന്ന് പറയുന്നത്. വാസ്തവമായിട്ട് അതില് കാമുകനെയും കാമുകിയും കൂടി ഇട്ടിട്ടാണ് തുഴച്ചിരുന്നത്. ആ തുഴയ്ക്കുമ്പോൾ അവരുടെ എന്തായിരുന്നു, അവരുടെ നെഞ്ചിലാകെ എന്തായിരുന്നു, അനുരാഗ കരിക്കിൻ വെള്ളമായിരുന്നു അല്ലെ, പരിശുദ്ധമായ തന്നെ കരിക്കിൻ വെള്ളം. അപ്പൊ അവരുടെ നെഞ്ചില് വളരെ പരിശുദ്ധമായിട്ടുള്ള എന്താ പറഞ്ഞ ആ പ്രേമം ഉണ്ടായിരുന്നു, ആ സ്നേഹം ഉണ്ടായിരുന്നു. അതിന്റെ അനുപല്ലവി നോക്കൂ, എന്ത് രസമാണ്. താമര കണ്ടു മോഹിച്ചു, അവൻ മോഹിച്ചേയുള്ളൂ. നായിക താമരപ്പൂ ദൂരെ കണ്ട് മോഹിച്ചുള്ളൂ. അതിനോട് കാമുകനോട് പറഞ്ഞിട്ട് എനിക്കത് വേണം എന്ന് പറഞ്ഞില്ല. ഇപ്പോഴത്തെ കാമുകിക്കാണെങ്കിൽ കൊണ്ടുപോകാന്ന് പറയുന്നത്. പക്ഷേ അതാണ് അന്നത്തെ ആ പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തിന്റെ. താമരപ്പൂ ദൂരെ നീ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തിച്ചെന്ന പൂ പൊട്ടിച്ചു. ആ പൂ പൊട്ടിച്ചു വരുമ്പോ എന്ത് സംഭവിച്ചു? പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ, ആ തണ്ടൊടിഞ്ഞ പൂ പൊട്ടിച്ചപ്പോ ആ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ അവിടെയാണ് ട്വിസ്റ്റ്. അപ്പൊ എന്താണ്ടായിരുന്നു നോക്കൂ, പെണ്ണെ നിൻകവളിൽ കണ്ടു മറ്റൊരു താമരക്കാട് അല്ലെ. അപ്പൊ ആ സന്തോഷത്തിന്റെ ഏറ്റവും മൂർത്തിമമായിട്ടുള്ള ഒരു ഭാവമാണ് അവളുടെ കണ്ണിലും ആ കവിളത്തും കണ്ടത് എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണിത്. കവിതയായാലും അതിന്റെ ഈണമായാലും അതിന്റെ ആലാപനമായാലും എല്ലാ തലത്തിലും മുൻപിൽ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. പാടിക്കോളൂ. അല്ലിയാമ്പൽ അല്ലിയാമ്പൽ കടവിലെ വെള്ളം, നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അല്ലിയാമ്പൽ കടലിൽ വെള്ളം, നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. Thank you. ഓക്കെ, താങ്ക് യു. അടുത്ത ആളെ പാടിക്കോളൂ. പാട്ടെ സാർ. ആ പാടും. കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ. കാട് പൂത്തല്ലോ ഞാവൽ കാപഴുത്തല്ലോ, ഇന്നും കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ. അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മുളം തത്തമ്മേ, ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നും നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ
അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു സർ. അല്ലിയാമ്പൽ കടവിലം നരയ്ക്കും വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതും മൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അല്ലിയാമ്പൽ കടവിലം നരയ്ക്കും വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതും മൂവെള്ളം. ഓക്കെ, താങ്ക് യു. അടുത്താള് അല്ലിയാമ്പൽ കടവിൽ നിന്നരക്ക് വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം കാട് പൂത്തല്ലോ ഞാവൽ കാവറുത്തല്ലോ കാലമായില്ലേ കൈപിടിച്ചു രണ്ടാം താഴ്ന്നുണ്ടായിരുന്നു. ഓർമ്മ കിട്ടുന്നില്ല. ജോർജ് സാറേ പാടിയോ? നമസ്കാരം സാറേ. പാടിക്കോ. യെസ്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. എന്നാ ഞാൻ പാടണേ സാറേ. പാടിക്കോ ഞാൻ സാർ. പാടട്ടെ. പാടും. അല്ലിയാമ്പൽ കടവിലും നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. എന്നാ മതി. എന്തൊരു കഥ ഇവിടെ നിന്ന് എടുത്തോണ്ട് ഒക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞു. സാറേ ആ പാട്ടൊന്നിട്ട് ഞാനൊന്ന് പാടി നോക്കട്ടെ. അല്ലിയാമ്പൽ പാടിക്കോളൂ. അതിൽ കാണാനില്ലല്ലോ. ലിറിക്സ് ഇല്ലേ സാർ? പാടിക്കോ. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു
അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്ക് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു സർ. താങ്ക് യു. ഞാനും കൂടെ പാടാം. യെസ്. കാട് പൂത്തല്ലോ, ഞാവൽ കാപഴുത്തല്ലോ, ഇന്നു കാലമായില്ലേ എൻ്റെ കൈ പിടിച്ചിടാൻ. അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന് മുളം തത്തമ്മേ, ഇന്നി ആളൊഴിഞ്ഞ കൂട്ടിലെന്തി വന്നു ചേരാത്തു. ഇന്നീ ആളൊഴിഞ്ഞ കൂട്ടിലെന്തി വന്നു ചേരാത്തു. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഓക്കെ, സാറേ ഞാനും പാടട്ടെ. യെസ്, പാടൂ. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലിന്നരയ്ക്കു വെള്ളം. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു സർ. താങ്ക് യു. ഭാസ്കരൻ മാഷ് കവിയോടൊപ്പം തന്നെ സംവിധായകനുമായിരുന്നു. അപ്പൊ അദ്ദേഹം എഴുതുന്ന പാട്ട് എങ്ങനെയാണ് സിനിമയിൽ ചിത്രീകരിക്കേണ്ടത് എന്നുള്ളൊരു വലിയ കാര്യം കൂടി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഉദാഹരണം എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് എന്ന് പറഞ്ഞ മലയാളികൾ എല്ലാവരും ഏറ്റുപാടിയ ഒരു ഗാനമുണ്ട്. ആ ഗാനത്തിന്റെ ആദ്യ വിഷ്വൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോങ് ഷോട്ടാണ് വരുന്നത്. ഒരു ലോങ് ഷോട്ടിലാണ് ആ മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് എന്ന് പറഞ്ഞു വരുന്നത്. എന്നൊരു ഷോട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു മിഡിൽ ഷോട്ട് എന്ന് പറയുന്നത് അവിടെ എന്താ പറയുന്നത്, അവിടെ തൈത്തങ്ങിൻ തണലത്ത് താമര തണലത്ത് കിളിക്കൂട് പോലെ ഒരു വീടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഷോട്ട്. അപ്പൊ ആ വീട് കാണിക്കും, ആ ചെറിയ രൂപത്തിലുള്ള ഒരു വീട് കാണിക്കും. അതിനുശേഷമാണ് പറയുന്നത്, പിന്നെന്താണ് പറയുന്നത്, അവിടെ എന്റെ വരവും കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് എന്ന് പറയുമ്പോൾ അത് ക്ലോസപ്പിൽ വരും. അപ്പൊ ഒരു സംവിധായകൻ എങ്ങനെയായിരിക്കണം ആ ഗാനങ്ങളൊക്കെ ചിത്രീകരിക്കുന്നു എന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ഒരു ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
അപ്പൊ അവരായിട്ട് ഇങ്ങനെ ഗാനരചയിതാവും സംവിധായകനും ഒരാളാവുമ്പോൾ ഈ പ്രശ്നമില്ല. മറിച്ച് രണ്ടാളാവുമ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് അവരിലേക്ക് അത് കൺവേ ചെയ്തിരുന്നു, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ മനോഹാരിത ഒരുപാട് ഗാനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഓരോ ഗാനത്തെ കുറിച്ചും പറയാൻ 1 മണിക്കൂർ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഫ്ലോറിൽ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്തൊരു മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തിലേക്ക് പോകും. എന്റെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പ് 10 ഗാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗാനമാണ് അടുത്തൊരു ഗാനം. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്തി തരികിരിക്കെ. ഈ പാട്ട് ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. കേൾക്കും തോറും പുതിയതായിട്ട് നമ്മൾ എന്തോ അതിൽ കേൾക്കുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു പുഴയിൽ 2 പ്രാവശ്യം ഇറങ്ങില്ല എന്ന് നമ്മൾ പറയും. ഒരു പുഴയിൽ നമ്മൾ 2 പ്രാവശ്യം ഇറങ്ങില്ല. ഓരോ പ്രാവശ്യം ഇറങ്ങുന്നത് ഒരു പുതിയ പുഴയിലായിരിക്കും. കാരണം പുതിയ വെള്ളമായിരിക്കും ആ പുഴയിൽ ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞ മാതിരി ഓരോ പ്രാവശ്യം ഈ പാട്ട് കേൾക്കുമ്പോഴും അതിന്റെ ഓരോ ന്യൂആൻസൻസ് ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ആദ്യം അതിന്റെ കവിതയാണ് വരുന്നത്, പിന്നെ സംഗീതമാണ് വരുന്നത്, പിന്നെ ആ ഓരോ വരികളിലും അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാകുമ്പോൾ വിസ്മയം കൊണ്ട് നമ്മുടെ കണ്ണുകളൊക്കെ എന്താ പറയാ, അത്രയും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്റെ ഒരു ടോപ്പ് 10 എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഭാസ്കരൻ മാഷ്, ബാബുരാജ്, ജാനകി കുട്ടിട്ട് അവരെ കുറിച്ച് വേണമെങ്കിൽ ഒരു PhD വിദ്യാർത്ഥികൾക്ക് സംഗീത ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിനികൾക്ക് വേണമെങ്കിൽ ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഭാസ്കരൻ മാഷ്, ബാബുരാജ്, ജാനകി ഇത്ര മധുരമായിട്ടുള്ള ഗാനങ്ങളാണ് അവരുടെ സൃഷ്ടികളിൽ നിന്ന് വരുന്നത് എന്ന് തോന്നും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. കാൽപ്പനികതയാണ് വരുന്നത് അല്ലെ. ഒരു പെണ്ണിനെ കാണാൻ വരുന്ന ഒരാള് ആ ആളുടെ മുമ്പിൽ ഞാൻ ഏത് പാട്ടാണ് പാടേണ്ടത്, അവിടെ നിന്നും ഗാനം കേൾക്കാൻ ചെവിയോർത്ത് അരികിലിരിക്കെ, എന്റെ ഗാനം കേൾക്കാൻ അരികിലിരിക്കുമ്പോ സ്വരരാഗ സുന്ദരിമാർക്ക് വെളിയിൽ വരാൻ എന്തൊരു നാണം. അതായത് വാക്കുകൾ പാട്ടുകളായി വരാനായിട്ട് എന്തൊരു നാണം എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഏത് കവിതയാണ് ഞാൻ പാടണം, നിന്റെ ചേതനയിൽ മധുരൻ പകരാനായിട്ട് ഞാൻ ഏത് പാട്ടാണ് പാടേണ്ടത്, എങ്ങനെ ഞാൻ തുടങ്ങണം, നിൻ സങ്കല്പം പീലി വിടർത്താൻ ഞാൻ എങ്ങനെ തുടങ്ങണം, ഏത് പാട്ട് പാടണം. അവനൊക്കെ എന്തൊരു മനോഹരമായിട്ടുള്ള വരികളാ നോക്കും. അതൊരു അനുരാഗ ഗാനമായാലോ, അപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കുക, ഞാനൊരു അവിവേകി പെണ്ണാണെന്നല്ലോ വിചാരിക്കുക ഒരു അനുരാഗ ഗാനം പാടിയിട്ടുണ്ടെങ്കിലോ. ഇനി ഒരു കഥന ഗാനമായാലോ, ആ കഥന ഗാനം പാടി നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവേറ്റാലോ എന്നാണ് ആ കാൽപ്പനികതയിൽ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വിരുന്നുകാർ പോകും മുമ്പ് ഒരു വിരഹഗാനം പാടാൻ പറ്റുമോ? അതൊരിക്കലും പാടാൻ പറ്റില്ല. വിരുന്നുകാർ പോകും മുമ്പ് വിരഹഗാനം എങ്ങനെ പാടും? ഇനി കളിച്ചിരി പാട്ടായാലോ, കളിച്ചിരി പാട്ട് പാടാന്ന് വിചാരിച്ചാലോ, അപ്പൊ ഞാനൊരു കളിമാറാ പെണ്ണാകും. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ഭാസ്കരൻ മാഷ്ക്കല്ലാതെ പിന്നെ ആർക്കാണ് സാധിക്കുക? അതുപോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഈണം പഹാടി രാഗത്തിലാണ് ബാബുരാജ്. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ അഗ്രഗണ്യനായിരുന്നു ബാബുക്ക. അപ്പൊ ബാബുക്കയുടെ രാഗങ്ങളും ഈണങ്ങളും എല്ലാം ഒരു ഹിന്ദുസ്ഥാനി ടച്ച് ഉണ്ടായിരുന്നു. പഹാടി രാഗത്തിൽ വന്നിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ചില ഗസലുകളൊക്കെ ഉണ്ട്, മനോഹരമായിട്ടുള്ള മെഹദി ഹസന്റെ ഒരു ഗസലുണ്ട്, പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ആ ഗസലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഇതുമായിട്ടൊരു ചെറിയൊരു സാമ്യം ഇങ്ങനെ വരും. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഗസൽ. ഓക്കെ, ഈ ഗാനം ഒന്ന് പാടി നോക്കാം. ആ വീടും ഗാനം ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കു വെളി വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ആ വീടും ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കു വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. ആ
അവിടും ഗാനം കേൾക്കാം. അനുരാഗാനമായാൽ അവിവേകി പെണ്ണാകും ഞാൻ. കഥനഗാനമായ ഹൃദയത്തിൻ മുറിവേറ്റാലും അവിടും ഗാനം കേൾക്കാം. ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കും വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. പാടിക്കോളൂ, ഷീല മേഡം പാടിക്കോളൂ. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തേട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നെൻ ഗാനം കേൾക്കാൻ. ഏതു കവിത പാടണം നിൻ വേദനയിൽ മധുരം പകരാൻ. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അത്രേ അറിയാവുള്ളൂ സാറേ. താങ്ക് യു. ജോസഫ് ജോൺ സാർ പാടൂ. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പ പീലി വിടർത്താൻ. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ഓക്കെ. പാട്ടെ സാർ. പഠിക്കുക. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. അടുത്താരാണ് ഈ മനോഹരമായ പാട്ടിന് ശബ്ദം പകരുന്നത്? ഞാൻ നേരത്തെ ഒരു മഹദി ഹസന്റെ ഒരു ഗസല് പറഞ്ഞല്ലോ, ഈ പഹാഡി രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ അതില് ആ പാട്ട് ഇതാണ്. ബാത്ത് കർനി മുझे मुश्किल कभी ऐसे तो नहीं, बात करनी मुझे मुश्किल कभी ऐसे तो नहीं. അവിടുന്നെൻ ഗാനം കേൾക്കാം
അതിന്റെ ആ കണക്ഷൻ കണ്ട ആ രാഗത്തിന്റെ ഇതാണ്. അപ്പൊ പഹാഡിയിൽ വന്ന് ദിൽക്ക് നേരെ ഒരു കണക്ഷൻ കിട്ടുന്നത് കണ്ട. അപ്പൊ അതാണ് ആ രാഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ആരാ പാടുന്നത്? അല്ലെങ്കിൽ അടുത്ത ഗാനത്തിലേക്ക് പോവാം. ജോസി തോമസ്. ആ, ആര് പാടൂ? പുതിയ ആളുണ്ടല്ലോ. ആചാരുണ്ട് ടീച്ചർ. ആ, പാടും. പാടൂ. പാടാൻ പാട്ട് കാണുന്നില്ലല്ലോ. സാർ ഇട്ടിട്ടുണ്ട്. ആ പാടിക്കേ. ചൊണ്ടാ നോക്കട്ടെ. ആ ശരി. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തോരു പിച്ചകപ്പൂ പന്തലൊരുക്കി ആനം പന്തലൊരുക്കി വൃശ്ചികരാത്രി തൻ അരമുന മുറ്റത്തോരു പിച്ചകപ്പൂ പന്തലൊരുക്കി പാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. പാടിക്കോളൂ. അടുത്താളോ പാടിക്കോട്ടെ. പാടിക്കോളൂ. മലയാളത്തിലെ ഏറ്റവും നല്ല ഡ്യുവറ്റുകളിൽ ഒന്നാണ്, യുഗ്മഗാനങ്ങളിൽ ഒന്നാണ്. എ ട്യൂമറാണ് ഇതിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. എ ട്യൂമറിന് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ, നീലജലാശയത്തിൽ എന്ന് പറഞ്ഞ ഗാനമൊക്കെ ഈണം കൊടുത്ത മഹാനായിട്ടുള്ള സംഗീത സംവിധായകനാണ് എ ട്യൂമർ. അപ്പൊ അദ്ദേഹത്തിന്റെ വി ഭാസ്കരൻ എ ട്യൂമർ കൂട്ടുകെട്ടിൽ വന്നാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ആഭിജാത്യം എന്നുള്ള സിനിമയിലെ പാട്ട്. ഏറ്റവും നല്ലൊരു ഡ്യുവറ്റ്, ഒരു യുഗ്മഗാനം എന്ന് വേണമെങ്കിൽ. ഹലോ, വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തോരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി 4-5 താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോ കോമളവദനത്തിൻ ചന്ദന കുറിയുമാ ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. കോമളവദനത്തിൻ ചന്ദന കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തോരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. ഈ മുഗ്ധവധുവിന്റെ കാമുകനാരെന്ന് ഭൂമിയും വാനവും നോക്കി നിന്നു. പരിണയം നടക്കുമോ മലരിന്റെ ചെവികളിൽ പരിമൃദു പവനൻ ചോദിക്കുന്നു. പരിണയം നടക്കുമോ മലരിന്റെ ചെവികളിൽ പരിമൃദു പവനൻ ചോദിക്കുന്നു. വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തോരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. പാടിക്കോളൂ. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. വൃശ്ചികരാത്രി തൻ
പരമന മുറ്റത്തോരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി നാലഞ്ചു താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നിലച്ച കൺമുനകൾ എറിഞ്ഞപ്പോൾ കോമള വദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. ഓക്കെ, താങ്ക് യു. അടുത്ത ആൾ പഠിക്കണു. വൃശ്ചികരാത്രിതൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. ഹരി, ഒരു പാട്ട് പാടും. ഹരികൃഷ്ണൻ വരൂ. ഓക്കെ, ജോസഫ് സാർ പഠിക്കുന്നു. ഈ മുക്തവധുവിന്റെ കാമുകനാരെന്ന് കേൾക്കാവോ? ഭൂമിയും വാനവും നോക്കി നിന്നു. പരിണയം നടക്കുമോ മലരിന്റെ ചെവികളിൽ? പരിമൃദു പവനൻ ചോദിക്കുന്നു. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. നാലഞ്ചു താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോ കോമളവദനത്തിൻ ചന്ദനക്കുറിയുമാ ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. കോമളവദനത്തിൽ ചന്ദനക്കുറിയുമാ ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. വൃശ്ചികരാത്രി തൻ മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. താങ്ക് യു. ഞാൻ 4 വരി പാടാം ലാസ്റ്റ്. ഈ മുക്തവധുവിന്റെ കാമുകനാരെന്ന് ഭൂമിയും വാനവും നോക്കി നിന്നു. പരിണയം നടക്കുമോ മലരിന്റെ ചെവികളിൽ? പരിമൃദു പവനൻ ചോദിക്കുന്നു. പരിമൃദു പവനൻ ചോദിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? നോക്കിക്കോട്ടെ. ആ. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. നാലഞ്ചു താരകൾ യവനികയ്ക്കുള്ളിൽ നിന്നും നീലച്ച കൺമുനകൾ എറിഞ്ഞപ്പോൾ
വദനത്തിൽ ചന്ദനക്കുറിയുമായി ഹേമന്ത കൗമുദി ഇറങ്ങി വന്നു. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. ഈ മുഗ്ധവധുവിന്റെ കാമുകനാരെന്ന് ഭൂമിയും വാനവും നോക്കി നിന്നു. ഈ മുഗ്ധവധുവിന്റെ കാമുകനാരെന്ന് ഭൂമിയും വാനവും നോക്കി നിന്നു. പരിണയം നടക്കുമോ മലരിന്റെ ചെവികളിൽ പരിമൃദു പവനൻ ചോദിക്കുന്നു. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. താങ്ക് യു. താങ്ക് യു. ഈ പ്രാദേശികമായിട്ടുള്ള അറിവുകളെ പാട്ടിൽ തുന്നിച്ചേർക്കാനായിട്ട് പി ഭാസ്കർ മാഷ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. കാരണത്തെ അദ്ദേഹം ഒരു പാഠപുസ്തകമാണ്. അതായത് പിന്നീട് അദ്ദേഹത്തിന് ശേഷം വരുന്ന ഗാനരചയിതാക്കൾക്കൊക്കെ അദ്ദേഹം ഒരു പാഠപുസ്തകമാണ്. നമുക്ക് കുറെ അറിവുണ്ടെങ്കിലും അത് ഒരു പാട്ടിൽ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാത് കുത്ത്, എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാത് കുത്ത്. വില്വാദ്രിനാഥൻ പള്ളിയുണരുമ്പോ പഞ്ചമി ചന്ദ്രന് പാലൂട്ട്. വള്ളുവനാട്ടിലെ സുന്ദരിപ്പെണ്ണിന് കല്ലടിക്കോട്ടൊന്നു കല്യാണം. അങ്ങനെയൊക്കെ കുറെ അറിവുകളുണ്ട്. അതിൽ പറയുന്നുണ്ട് മാനത്ത് രാത്രിയിൽ കുട്ടിപ്പുലിക്കലി, മായന്നൂർ കാവിൽ പാവക്കൂത്ത്. നമുക്കറിയാം മായന്നൂർ കാവിൽ പാവക്കൂത്തൊക്കെ ഉണ്ട് എന്നറിയാം. പക്ഷെ എങ്ങനെ ഫലപ്രദമായിട്ട് ആ സന്ദർഭത്തിന് ഒരു പ്ലാറ്റിൽ പ്ലേസ് ചെയ്യുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത്ര ഒരുപാട് അങ്ങനത്തെ ചില കാര്യങ്ങൾ അതാ പറയുന്നത്. പിന്നീട് വരുന്ന ഗാനരചയിതാക്കൾക്ക് അദ്ദേഹം ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്കാണ്, പാഠപുസ്തകമാണെന്ന് പറയുന്നത്. അടുത്ത പാട്ടിട്ടുള്ളൂ സാറേ. ഏതാണ്? അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. കായലരികത്ത് വളകിലിക്കണ സുന്ദരി, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കണ സുന്ദരി. അപ്പൊ അതിനൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു വിമർശനം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കായലിന്റെ നടുവില് വലയെറിഞ്ഞാലേ മീനെ കിട്ടുള്ളൂ, കായലിന്റെ അരികത്ത് വലയെറിഞ്ഞാൽ മീനെ കിട്ടും. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആൻസർ ആണ്, കായലിന്റെ നടുവില് വലയെറിഞ്ഞാൽ മീനെ കിട്ടും, പക്ഷെ സുന്ദരികളെ കിട്ടണമെങ്കിൽ കായലിന്റെ അരികത്ത് അറിയുമ്പോഴാണ് അരികത്തിന്ന് കിട്ടുന്നത്. അതെ. അവര് അരികിലല്ലേ കുളിക്കാനൊക്കെ ഇറങ്ങുള്ളൂ, കായലിന്റെ അരികിലല്ലേ അവര് കുളിക്കാൻ ഇറങ്ങുള്ളൂ. അപ്പൊ പ്രണയിനിയായ സുന്ദരിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കായലിന്റെ അരികത്ത് തന്നെ വലയെറിയണം എന്ന് പറയുന്നത്. ഓക്കെ സാർ, അടുത്ത പാട്ട് വെച്ചോളൂ. താമസം എന്ത് വരുവാൻ. അയ്യോ, കേരളത്തിലെ നമ്മുടെ ക്ലാസിക് ഗാനല്ലേ. ഏതൊരു കോമ്പറ്റീഷൻ എടുത്താലും അതായത് ഗാന നിരൂപണം ഒക്കെ എടുത്താലും കേരളത്തിലെ ഏറ്റവും മികച്ച ഗാനം എന്ന് പറയുന്നത് ഒരുപാട് വോട്ടുകൾ നേടിയിട്ടുള്ള ഈ ഒരു പാട്ട് തന്നെയാണ്, താമസം എന്ത് വരുവാൻ. ബാബുരാജും ഭാസ്കർ മാഷിയും അതുപോലെ തന്നെ യേശുദാസിന്റെ അല്ലെ എല്ലാവരും പാടുന്നതാണ് ഈ താമസം എന്ത് വരുവാൻ. വിപ്ലാസി എന്ന് പറഞ്ഞ ഒരു ഹിന്ദുസ്ഥാനി രാഗാണ്, മനോഹരമായിട്ടുള്ള പാട്ട്. പാടിക്കോളൂ, താമസം എന്ത് വരുവാൻ. പാടിക്കോളൂ മേഡം, പാടിക്കോളൂ. താമസമെന്തേ വരുവാൻ, താമസമെന്തേ വരുവാൻ, പ്രാണസഖി എൻ്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ, പ്രേമമയി എൻ്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനിതൻ
പൊലിയാറായി മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോല കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ താമസമെന്തേ വരുവാൻ മാനസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. താങ്ക് യു സർ. ഇങ്ങനെ പാടണം, ഓ ഇങ്ങനെ പാടണം. അത് ഇവിടെ ചില വരികൾ ഞാൻ 2 വരി എടുത്തു സാറേ, അപ്പൊ അതിന് കിട്ടിയില്ല. അത് കുഴപ്പമില്ല, നെയ് കൂടി പോയി അപ്പം ചീത്തയായി പോകത്തില്ല. ഞാൻ പാടാം. ഹേമന്തയാമിനിതൻ പൊൻവിളക്കു പൊലിയാറ മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ. ഓക്കെ, ഇനി ആരാ വേറെ ആരെങ്കിലും പറയൂ. കേരളത്തിലെ മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു ഗസൽ എന്ന് പറയുക ഈ ഒരു പാട്ടില്. താമസമെന്തേ വരുവാൻ താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ ഹേമന്തയാമിനി തൻ പൊൻവിളക്കു പൊലിയാറായി മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ. താങ്ക് യു. അദ്ദേഹം പാട്ടുകൾക്കൊക്കെ വിവാസ് മാഷ് പാട്ടുകൾക്കൊക്കെ ഒരു ബിംബം കൊണ്ടുവരാറുണ്ട്. ആ ബിംബം ഇങ്ങനെ ഒരു നിശ്ചലമായിട്ടുള്ള ഒരു ബിംബമല്ല അദ്ദേഹത്തിന്റെ, അതിൽ ചലിക്കുന്ന ഒരു ബിംബമായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ഉദാഹരണം പറയണ മാരിവില്ല് പന്തലിട്ട
ദൂരചക്രവാകം മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ. അപ്പൊ അതവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, മാടി മാടി വിളിക്കുകയാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു മനോഹരമായ പാട്ടുണ്ട്. മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവത്ത് മഞ്ഞളരച്ചുകൊണ്ട് നീരാടുമ്പോ മഞ്ഞണി പൂനിലാ. അത് പെൺകുട്ടിയല്ല അവിടെ നീരാടുന്നത്. ആരാണ് നീരാടുന്നത്? മഞ്ഞണി പൂനിലാവാണ് നീരാടുന്നത്. പലരും നമ്മൾ തെറ്റിദ്ധരിക്കും, ഏതെങ്കിലും തരുണീ മണികളായിരിക്കും അവിടെ നീരാടുന്നത്. അതല്ല, ഒരു നിശ്ചലമല്ല. അയാൾ അങ്ങനെ ആ ഭാവന, ആ ബിംബങ്ങൾ അതിലേക്ക് ചലിക്കുന്ന ഒരു ബിംബങ്ങളായിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പാട്ട് നോക്കും. ഈറനോടുത്തു കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ പെൺമുകിലേ. അതും ഒരു സ്റ്റില്ലല്ല, ആ ഡൈനാമിക് ഒരു ഇമാജിനറി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരം ഒരുപാട് പാട്ടുകൾ. കൽപ്പനയാകും യമുന നദിയുടെ അക്കരെ അക്കരെ അക്കരെ. ഒരു വെഴ്സറ്റാലിറ്റിയാണ് അദ്ദേഹം, ഭാസ്കര മാഷ് എന്ന് പറയുന്നത്. എല്ലാത്തരം ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഭാവന കുബേരൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അത്രയാണ്. അടുത്തേതാ? സാറേ ഈ പാട്ട് പാടി നമുക്ക് നിർത്താം. ഓക്കെ ഓക്കെ. ലോകം മുഴുവൻ ബാക്കി വന്നു. അടുത്ത ആഴ്ച. ഓക്കെ. ഇത് ഈ പാട്ട് എഴുതാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായത്, ഈ പാട്ടില് ഈ സിനിമയിൽ 2 പാട്ട് എഴുതി കഴിഞ്ഞു, മൂന്നാമത്തെ ഒരു പാട്ട് എഴുതണം. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു അസുഖം വന്നത്. പെട്ടെന്ന് പനിയും ഇത്തിരി തീവ്രമായി. അപ്പൊ ചെന്നൈയിലാണ് ഭാസ്കര മാഷ് താമസിക്കുന്നത്. സിനിമ കാലം തൊട്ട് തന്നെ ചെന്നൈയിലാണ്. കുട്ടികളൊക്കെ അവിടെയാണ് ജനിച്ചൊക്കെ വളർന്നത്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്തു, ബ്ലഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ആ ടെസ്റ്റ് റിസൾട്ട് കിട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് പറഞ്ഞു. ഇതോടുകൂടി ഭാഷ ആകെ തകർന്നു പോയി. അപ്പൊ ഇന്ന് രാത്രി തന്നെ ആ ഒരു പാട്ട് കൂടി എഴുതി അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടതോടുകൂടി അദ്ദേഹം തകർന്നു പോയി. തന്റെ മൂത്ത മകളെ കുറിച്ചാണ് പറയുന്നത്. മൂത്ത മകൾക്ക് ഈ അസുഖം എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായി. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ തന്റെ സുഹൃത്തും കവിയൊക്കെ കൂടിയായ ശ്രീകുമാരൻ തമ്പിയെ വിളിച്ചു പറഞ്ഞു, തമ്പി ഇതിനെ പറ്റി പ്രശ്നം ഇന്ന് തന്നെ പാട്ട് വേണം. ഞാൻ ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണ്, എനിക്ക് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് തമ്പി എനിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണം. പക്ഷെ ആ പാട്ട് വരുന്നത് എന്റെ പേരിലായിരിക്കും, തമ്പിയുടെ പേരിലായിരിക്കില്ല. അപ്പൊ തമ്പി പറഞ്ഞു ഓക്കെ. തമ്പിക്ക് വളരെ ആരാധനയോടുകൂടി നോക്കി കാണുന്ന ഒരാളാണ് ഭാസ്കര മാഷ്. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്ന് പിന്നെ മറ്റുള്ളവരുടെയൊക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് അദ്ദേഹം വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മകളെ വേറൊരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് വീണ്ടും കുറച്ച് പരിശോധനയും കാര്യമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത് അത് പെട്ടെന്ന് വൈറൽ ഫീവറിന്റെ ഒരു പ്രശ്നമാണ്. അന്നൊന്നും വൈറൽ ഫീവർ ഒന്നും ആയിട്ടില്ല. ഇന്നിപ്പോ നമുക്ക് സുപരിചിതമാണ് വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ. അക്കാലത്ത് വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ സുപരിചിതമല്ല. അതിന്റെ ഫലമായിട്ടാണ് ആ ബ്ലഡിൽ ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായത്. അത് സാരമില്ല, ഒരു മരുന്ന് എന്ന് വിട്ടു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം. അപ്പൊ ആ രാത്രി മുഴുവൻ അദ്ദേഹം ഇന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഏതൊക്കെ ദൈവങ്ങളെയാണ് അദ്ദേഹം വിളിച്ചതെന്ന് അറിയില്ല. അത് കഴിഞ്ഞു വന്നിട്ട് അദ്ദേഹം എഴുതിയ പാട്ടാണ് ലോകം സുഖം തരാനായി ദീപമേ വഴി. എന്താ വരട്ടെ. ഇതെല്ലാ വിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും ഉള്ള പാട്ടാണ്. ഇത് ഒരു ദൈവത്തിന് എല്ലാവർക്കും ഒരുമിച്ച് ഏത് വിഭാഗത്തിലും പാടാൻ അത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് അദ്ദേഹം പിന്നീട് എഴുതി ഈ പാട്ട്. എന്നിട്ട് പിന്നെ ശ്രീകുമാരൻ തമ്പി അതേസമയം മറ്റൊരു പാട്ടുമായിട്ട് വന്നു. അങ്ങനെ ഇത് ഏത് പാട്ട് കൊടുക്കണം എന്നുള്ളൊരു ചർച്ച. ശ്രീകുമാരൻ തമ്പി എന്നെ എടുത്ത് പറഞ്ഞു ഈ പാട്ട് വേണ്ട, ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി മാഷ് എഴുതിയതല്ലേ, ഈ പാട്ട് തന്നെ അതിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പാട്ട് ആ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നീട് അത് ലോകം തന്നെ ഏറ്റെടുത്ത, കേരളം തന്നെ ഏറ്റെടുത്ത പാട്ട്. ഈ കോവിഡ് കാലത്തിലും ഏതൊരു പ്രശ്നത്തിലും നമ്മൾക്ക് എല്ലാവരും ഒരുമിച്ച് കൈകൂപ്പി നിന്ന് പാടുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. മുഴുവൻ പകരാനായി സ്നേഹദീപമേ
സാധന നിവാരണ കനിവിൻ ഉറവേ കാട്ടി നടുവിൽ വഴി തെറ്റു മുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പാടിക്കോളൂ. പരീക്ഷണത്തിൽ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി ദാദാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരരിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ അരുണകിരണമായി അന്ധകാരമിതിലവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സർ. താങ്ക് യു. അടുത്ത ആൾ പാടിക്കോളൂ. പെട്ടെന്ന് പാടും. എല്ലാവർക്കും ഒരുമിച്ച് പാട്ട് പാടി നിർത്താം. ഞാൻ പാടട്ടെ സാർ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ.
താങ്ക് യു. പാടിക്കോട്ടെ സാറേ. പാടിക്കോളൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരണിൽ ജീവബിന്ദുവിന്നമൃതം തോകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമീ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമീ മിഴി തുറക്കൂ. താങ്ക് യു. പാടിക്കോളൂ. ഞാൻ പാടാം സാറേ. ഉം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി നാദാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സർ. താങ്ക് യു. സാറേ ഞാനും പാടട്ടെ. പാടും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സർ. ഹരി ഉണ്ടല്ലോ. ഹരി ആരെ പുതിയ ആള് ഇതുവരെ ഹരി ഒരു പാട്ട് പാടൂ. അൺമ്യൂട്ട് ചെയ്യൂ. താങ്ക് യു സാർ. താങ്ക് യു. പാടൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും പാടിക്കോ. പാടാത്തവര് പാടിക്കോ. ഞാൻ പഠിക്കട്ടെ. പാടും. ഉഷാകുമാരി മാം പാടിയില്ലല്ലോ. ഇന്ന് പാടിയിട്ടില്ല. ഉഷ ഇന്ന് പാടിയിട്ടില്ല. ഉഷ പാടൂ. എല്ലാവരും പാടണം കേട്ടോ. ഈ പാട്ട് എല്ലാവരും പാടണം. ഞാൻ ആദ്യം പാടി. ആരാണത്? ഒരു ഉഷമാമ. മാത്യു സാർ ഉണ്ടല്ലോ. മാത്യു. ഓക്കെ ഉഷമാം പാടി. ഓക്കെ. ഇനി അടുത്താരാ? മാത്യു സാർ പാടിയിട്ടില്ല. ഷീല മേഡം, ജോസഫ് സാർ ഒന്നും പാടിയിട്ടില്ല.
ജോസഫ് അപ്പൊ സാറേ ഒന്ന് പാടിക്കോ. കർണാടകമായി ഒന്ന് പാടൂ ജോസഫ് സാർ. നമുക്കത് വൈൻഡപ്പ് ചെയ്യുവാണോ? വൈൻഡപ്പ് ചെയ്യാം, പഠിക്കും ഈ പാട്ട് വേറെ നമുക്ക് എല്ലാവർക്കും അവസാനം ഒരുമിച്ച് പാടിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. സാറേ. ഒരുമിച്ച് പാടൽ നടക്കത്തില്ല, അപ്പൊ ആകെ അലമ്പാകും. അല്ല അത് കുഴപ്പമില്ല, ഇപ്പൊ സിംഗിൾ ആയിട്ട് ഇപ്പൊ പാടും. അവസാനം ഓക്കെ. 4 ആ പല്ലവി മാത്രം ഒരുമിച്ച് പാടാം. പാടിക്കോ. ജോസഫ് സാർ പാടും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അടുത്ത ആരെങ്കിലും പാടിക്കോളൂ. ശീല മേഡം പാടിക്കോളൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പതന നിവാരണ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൽ പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാരുത്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവിയിൽ വനചരനിൽ ജീവബിന്ദുവിന്നമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സാബു സാർ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ, എല്ലാവരും പാടിയോ? ഇനി ആരെങ്കിലും പാടാനുണ്ടോ ഫ്ലോറിൽ? എല്ലാവരും പാടി കഴിഞ്ഞോ? ഉഷ PS. പാടിക്കോളൂ മാഡം. പ്ലീസ് മാഡം ഒന്ന് പാടിക്കോളൂ. ഉഷ മാഡം. ഇല്ലല്ലോ. ഉഷയില്ല. അല്ലേ?
അപ്പൊ എല്ലാവരും പകരം പാടി കഴിഞ്ഞു ജോർജ് അല്ലേ? സാർ ജോർജ് സാർ പാടിയില്ല. ജോർജ് സാർ റെഡിയാണോ? ഞാൻ ജോർജ് സാർ പാടിയത് ഇത് കൊടുക്കാം. ജോർജ് സാർ ലോകം പഠിയും. സാറേ ഞാൻ പാടിയായിരുന്നു ഈ ആ പാട്ട് പാടി പാടിയായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ നമുക്ക് ഈ ലോകത്തിന് സുഖം പകരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പല്ലവി ഒരുമിച്ചൊന്ന് പാടാം അല്ലെ? ഇന്നത്തെ ഈ സാഹചര്യത്തില് ഈ ലോകത്ത് ഭാസ്കര മാഷിന്റെ സ്മരണയ്ക്ക് മുമ്പില് അഞ്ജലി അർപ്പിച്ചുകൊണ്ടും ലോകത്തിന് സുഖം പകരാനുമായിട്ട് ഈ സാബു സാറിന്റെയും ഫ്ലോറിലത്തെ എല്ലാ ഗായകരും ചേർന്ന് നമുക്ക് 4 വരി ഒരുമിച്ച് ആരംഭിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് സംസാരിച്ചോളൂ. അതിനുശേഷം സംസാരിക്കും. എന്തെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ പാടാം. റെഡി. റെഡി 1 2 3 4. ലോകം മുഴുവൻ സുഖം പകരാൻ ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപമേ കാതല നിവാരണ കാട്ടി ലോകം സുഖം പകരാനായി താങ്ക് യു സോ മച്ച്. എല്ലാവരും കൂടി ഈ ഒരു അഞ്ജലി അർപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ലവ് യു. താങ്ക് യു ഓൾ. അടുത്ത ആഴ്ച ഒരിക്കൽ കൂടി പി ഭാസ്കരന്റെ പാട്ടുകൾ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. എത്രയോ പാട്ടുകളുണ്ട്. നമുക്ക് ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷെ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ പിന്നിൽ നിന്ന് മാടി വിളിക്കുക, എന്നെയും കൂട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാ? വലിയൊരു സാറിനാണെങ്കിൽ സഹിക്കുന്നില്ല പാട്ട് ഈ പാട്ടുകളൊക്കെ കദളിവാഴ അല്ലേ സാറേ? കദളിവാഴ കയ്യിലിരുന്ന് അതെ. കാക്ക വിരുന്ന് വിളിച്ചു അല്ലെ? ഇതൊക്കെ നല്ലൊരു പാട്ടാ. അതുപോലെ കുയിലിനെ തേടി ഒരു പുഷ്പം മാത്രം. എന്തോരം പാട്ടുകളാ. അതെ. ഓരോ പാട്ടുകളെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. എല്ലാം നമ്മുടെ ഒപ്പം നടക്കുന്ന പാട്ടുകളാ അല്ലേ സാറേ? നമുക്കൊപ്പം നടക്കുന്ന പാട്ടുകളാ. നമുക്ക് അതാ ലളിതമായിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ലളിതമായിട്ടുള്ള പദങ്ങളാണ് അല്ലേ? പാട്ട് പഠിക്കണമെങ്കിൽ ആദ്യം ഈ പാട്ട് പഠിക്കണം അല്ലേ? ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കിന്റെ അടുത്ത വീട്ടിൽ ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ നിന്റെ വീട്ടിലെന്ത് വർത്താനം കാക്കേ, പൂവാലനായി നിൽക്കും കോഴി പിന്നെ കൂകിയതെന്താണ് കോഴി. നല്ല പാട്ടുകളാ. അതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ലളിതമായി ബന്ധപ്പെട്ട പാട്ടുകളാണ്. അതാണ് പറയുന്നത്. നമ്മൾ വലിയ അടുത്ത പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ പാട്ട്. അതാണ് നമുക്ക് ഏറ്റവും മനസ്സിൽ ഇങ്ങനെ പിടിച്ചിരുന്നത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമസ്കാരം. വീണ്ടും നിങ്ങൾ എല്ലാവരും വരിക. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഈ ഭാസ്കർ മാഷിന്റെ ഗാനങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്താം. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. സി യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി